എബ്രഹാച്ചൻ, ട്രസ്റ്റീസ്, സെക്രട്ടറീസ് ആൻഡ് സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവജനങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നത്. ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ താങ്ക് യു പ്രാർത്ഥനകളിൽ ഒക്കെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ വടവാതൂർ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ എക്യുമെനിക്കൽ ഗ്യാതറിങ്ങുകൾ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ഓർത്തഡോക്സ് സമൂഹത്തിൻ്റെ യാമപ്രാർത്ഥനകൾ അവിടെ നടത്തുകയും ആ യാമപ്രാർത്ഥനകളിൽ സംബന്ധിക്കുകയും ചെയ്ത് കുറച്ച് പരിചയമുണ്ട്. അതുപോലെ ഞങ്ങൾ തിയോളജിയൊക്കെ പഠിച്ച സമയത്ത്, പാരമ്പര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സഭാ പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഈ സമൂഹത്തിൻ്റെ ജീവിത വഴിയിലൂടെയൊക്കെ കുറച്ചൊക്കെ പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, വളരെ ആരാധനാ പാരമ്പര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ കുറച്ചൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ ഇതേ പാരമ്പര്യത്തിൽ തുടരുന്ന മലങ്കര സഭ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫെമിലിയറാണ് ആരാധനാക്രമങ്ങളൊക്കെ. ഇവിടേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട എബ്രഹാച്ചനും ഇതിൻ്റെ ഭാരവാഹികളായ എല്ലാവർക്കും, സെക്രട്ടറിക്കും ട്രസ്റ്റിക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുവാനായിട്ട് കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ്. എന്നോട് പറഞ്ഞത് ഒരു ധ്യാനാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ടാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു സെലിബ്രേറ്റീവ് മൂഡിലാണ് എന്ന കാര്യം. ഇവിടെ ഒരു ധ്യാനാത്മക ചിന്ത പങ്കുവയ്ക്കുന്നതിൽ എന്തുമാത്രം സാധ്യതയുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ധ്യാനാത്മക ചിന്തകളിലൂടെ കടന്നുപോയി നിങ്ങളുടെ സെലിബ്രേഷനെ ബാധിക്കാത്ത രീതിയിൽ ഞാനതങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും ആക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ കാണുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും choir, it's amazing. I have heard about it so much about your choir, but really not about means Orthodox choirs are always heard, known to the people. So first time ആണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. So it was really amazing. You can give them a big applause for they have done. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ 5-6 മാസമായി എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട്. ഞാനും ഈ ഭാഗത്തായിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ. സ്ഥലവും ഏരിയയും ഒക്കെ ഫെമിലിയറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് ഒരു ക്രിസ്തുമസിൻ്റെ സന്ദേശം പറയുവാനായിട്ട്, ക്രിസ്തുമസിൻ്റെ സന്ദേശവും ന്യൂ ഇയറിൻ്റെ സന്ദേശവും എല്ലാം കൂടി ചേർത്ത് പറയുമ്പോൾ, ക്രിസ്തുമസിന് സാധാരണ ഞങ്ങളുടെയൊക്കെ ഇതിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടാവുകയുണ്ടോ? അങ്ങനെ പാരമ്പര്യം ഉണ്ടോ? പുൽക്കൂട് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്. ഈ പുൽക്കൂട്ടിൽ നമ്മൾ വയ്ക്കുമ്പോൾ അവിടെ നമ്മൾ സാധാരണ ആട്ടിടയന്മാരെ വയ്ക്കും, രാജാക്കന്മാരെ വയ്ക്കും, പശുവിനെ വയ്ക്കും, കാളയെ വയ്ക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തുള്ളതാണ് ഈ പുൽക്കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുൽക്കൂട്ടിൽ നോക്കുമ്പോൾ ഒരു സന്ദേശം അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന ആളുകൾ ആരൊക്കെയാണ്? യാതൊരുവിധ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത കുറച്ച് ആട്ടിടയന്മാർ, സർവവിജ്ഞാന കോശികളായിട്ടുള്ള കുറേ രാജാക്കന്മാർ, ഇതിൻ്റെ എല്ലാം ഇടയിൽപ്പെട്ട സാധാരണക്കാരായ കുറച്ച് മനുഷ്യർ. അപ്പോൾ ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുമസിൻ്റെ ഒരു യഥാർത്ഥ സന്ദേശം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് തെളിയിക്കുന്നത് ഈ പുൽക്കൂടാണ്. പുൽക്കൂട്ടിൽ നോക്കി കഴിയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇല്ലിറ്ററേറ്റർ ആയിട്ടുള്ള ആട്ടിടയന്മാർ തുടങ്ങി ഏറ്റവും അറിവുള്ള രാജാക്കന്മാർ വരെ എല്ലാവരും അതിലുണ്ട്.
അപ്പോൾ ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് ഈ ഓൾ ഇൻക്ലൂസീവ്നെസ് ആണ്. ഓൾ ഇൻക്ലൂസീവ്നെസ്. ഈശോയുടെ രക്ഷ എല്ലാവർക്കും വേണ്ടിയാണ്. ഈശോ എല്ലാവർക്കും വേണ്ടിയാണ് വന്നത്. നമ്മൾ ഓർത്തഡോക്സുകാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ കത്തോലിക്കർക്ക് വേണ്ടിയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും മാത്രമല്ല. ഈശോ വന്നത് ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. കത്തോലിക്കാ സഭയിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, വത്തിക്കാൻ സെക്കൻഡ് ഡോക്യുമെന്റിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റു മതങ്ങളിലുള്ളവർ, മറ്റു വിശ്വാസത്തിലുള്ളവർ രക്ഷിക്കപ്പെടുമോ? നമ്മുടെയൊക്കെ ചിന്തയാണല്ലേ. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്ന് തലമുണ്ട് വിട്ട് നീണ്ട 3 കുർബാനയും 5 കുർബാന അങ്ങനെ കുർബാനകളൊക്കെ അതൊക്കെ കൂടി ഇതൊക്കെ കൂടി നടക്കുന്നു. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ആളുകൾ അവിടെ അടിച്ചു പൊളിച്ച് ന്യൂ ഇയർ ആഘോഷിച്ച് നടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതും അവർ ഈ ചെയ്യുന്നതും എന്താണ്? അപ്പോൾ അവരുടെ ലൈഫ് ബെറ്ററാണ്, കൊള്ളാം. നമ്മുടെ ലൈഫ്, നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേപോലെ. എന്നാൽ ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറെ കഷ്ടപ്പാട്, അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ ആരാധിച്ചാൽ നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ മാത്രമേ രക്ഷ സാധ്യമാകത്തുള്ളൂ? ഇത് രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പുതിയ തലമുറയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം, രക്ഷ എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലുമുണ്ട്. എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും രക്ഷയുണ്ട്. എന്നാൽ രക്ഷയുടെ പൂർണ്ണത എന്ന് പറയുന്നത്, പ്രകാശത്തിന്റെ പൂർണ്ണത എന്നാണ് പറയുന്നത്. പ്രകാശത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. അപ്പോൾ ഒരിക്കൽ ഈ പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈ അന്ധകാരത്തിലേക്ക് പോകാൻ തോന്നുകയില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ഇരുട്ടായ സ്ഥലത്ത് നമ്മൾ ആയിരിക്കുന്നു. ഇരുട്ടായ സ്ഥലത്തായിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മൾ കൃത്യമായിട്ട് കണ്ടു. പിന്നീട് ഒരിക്കലും നമ്മൾ ഈ ഇരുട്ടിലായിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ, ഒരിക്കൽ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സത്യത്തിൽ നിന്നും മനുഷ്യന്റെ ഹൃദയത്തെ അകറ്റി മാറ്റുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവാരാധനയ്ക്ക് വേണ്ടി വരികയും നമ്മൾ ഇത്രമാത്രം സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും ഇത്രമാത്രം എനർജി ചെലവഴിക്കുകയും നമ്മുടെ കഴിവുകൾ ചെലവഴിച്ച് ഇത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഞാൻ പ്രകാശം കണ്ടു, ഞാൻ ഈശോയെ കണ്ടു, ഈശോയെ അനുഭവിച്ചു. അതുകൊണ്ട് ഈ പ്രകാശത്തിൽ നിന്നും ഈ ഈശോയിൽ നിന്നും അകന്ന് എനിക്കൊരു രക്ഷ സാധ്യമല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ ആയിരിക്കണം കേട്ടോ. എനിക്ക് ഈശോയിലെ രക്ഷയുള്ളൂ, ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ഞങ്ങൾ ഈ അച്ഛന്മാരായിട്ട് ഇങ്ങനെ ഈ നീണ്ട വസ്ത്രമൊക്കെ ഇട്ട് നടക്കുമ്പം പലരും ചോദിക്കാറുണ്ട്, മറ്റു പല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു പല പ്രൊഫഷനും തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നോ? എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ രീതിയിൽ പറയാറുള്ള ബൈബിളിലെ ഒരു ഉപമയുണ്ട്, ഒരു പാരബിൾ. അതായത് ഈ ട്രഷർ, നിധി കണ്ടെത്തുന്നവന്റെ ഉപമ. നിധി കണ്ടെത്തുന്നത്, അതായത് നമ്മൾ ബൈബിളിൽ വിശുദ്ധഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരു നിധി, ഒരു ട്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അത് സ്വന്തമാക്കാൻ ശ്രമിക്കും. തനിക്ക് ഉണ്ടായിരുന്ന ബാക്കിയുള്ളതെല്ലാം വിറ്റിട്ട് അത് വാങ്ങാനായിട്ട് ശ്രമിക്കും. എന്ന് പറയുന്നത് പോലെ ആരാണോ നിധി കണ്ടെത്തിയത്, ആരാണോ പ്രകാശം കണ്ടത്, ആ പ്രകാശം കണ്ടയാള് ആ പ്രകാശത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, ആ നിധിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രമാത്രം ചെയ്യുന്നത്. മറ്റു മനുഷ്യരത് ചെയ്യാത്തതിന് കാരണം അവർ പ്രകാശത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരപ്രകാരം ചെയ്യാത്തത്. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റം പറയുകയോ അവരെ മാറ്റി നിർത്തുകയോ എന്നല്ല ചെയ്യേണ്ടത്.
ഈ രക്ഷ അവർക്കും സാധ്യമാണ്. അവരെന്നാണോ പ്രകാശം തിരിച്ചറിയുന്നത്, എന്നാണോ ഈശോയെ തിരിച്ചറിയുന്നത്, അന്ന് അവർക്കും ഇതിലേക്ക് കടന്നു വരാം. ഇല്ല എങ്കിൽ അവർ ആയിരിക്കുന്ന വിശ്വാസത്തിൽ, അവരായിരിക്കുന്ന ആ ഒരു ബോധ്യങ്ങളിൽ നന്നായിട്ട് ജീവിച്ചാൽ അവരും രക്ഷിക്കപ്പെടും. അവരുടെയും രക്ഷ ഈശോയിലൂടെ സാധ്യമാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ എന്തോ പ്രത്യേകിച്ച് കാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്കാക്കി നമ്മൾ അതിൽ തന്നെ ഒത്തിരി വലിയ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കൂടി ഇതിലേക്ക് സ്വീകരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ വളർത്തിയെടുക്കുക. ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഈ ഒരു ചിന്തയോട് ചേർന്ന് തന്നെ പറയുകയാണ്. ഞാൻ പറഞ്ഞു ഓൾ ഇൻക്ലൂസീവ് നേച്ചർ, എല്ലാവരെയും സ്വീകരിക്കാൻ സാധിക്കണം. നമ്മൾ ഈ ഇടവകയിൽ 200-250 വീട്ടുകാരുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു 50 പേരെ മാറ്റി നിർത്താനായിട്ട് വളരെ ഈസിയാണ്. 100 പേരെ മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല. വേണമെങ്കിൽ എനിക്കൊരു 5 ഫാമിലിയെ മാത്രം എൻ്റെ ക്ലോസ് സർക്കിളിൽ വെച്ചിട്ട് ബാക്കി എല്ലാവരെയും ഇഗ്നോർ ചെയ്ത് ജീവിക്കാം. ബാക്കി എല്ലാവരും ഇഗ്നോർ ചെയ്യാം. ഐ ക്യാൻ ബി എ ഫ്രണ്ട് ഓഫ് വെരി വെരി ഫ്യൂ പീപ്പിൾ. അങ്ങനെ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരെയും സ്വീകരിക്കുക, എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക, സ്നേഹിക്കുക, ഇങ്ങനെയുള്ളൊരു ചിന്തയിലേക്കാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഞാനീ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഞാനീ പറയുന്ന നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും സുഖമാണ്, പറയാനും സുഖമാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. എല്ലാവരെയും സ്വീകരിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, എല്ലാവരെയും ഒരേപോലെ കാണുക എന്നൊക്കെ ഈ അച്ഛന്മാരോടൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും പറയും, അച്ഛൻ എല്ലാവരെയും ഒരേപോലെ കാണണം, അച്ഛൻ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല, അച്ഛൻ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണം. ഞങ്ങൾ ശ്രമിക്കും, പക്ഷെ മനുഷ്യരായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു പരിശ്രമം നമ്മളും വളർത്തിക്കൊണ്ട് വരണം. എല്ലാവരെയും സ്വീകരിക്കുക. ഒരാളെ നമുക്ക് മാറ്റി നിർത്താൻ എളുപ്പമാണ്, ഒരാളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ എളുപ്പമാണ്. പക്ഷെ ഈ ഒഴിവാക്കി നിർത്തുന്നയാളെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. ഒഴിവാക്കി നിർത്തുന്ന ആളുകളെ എന്നോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്, നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലേ? നിങ്ങൾ പള്ളികളിലൊക്കെ സാധാരണ എൻ്റെ സഹോദരരെ എന്നൊക്കെയാണ് നിങ്ങളല്ലേ സഹോദരൻ എന്ന് വിളിച്ചാണ് നമ്മൾ അഭിസംബോധന ചെയ്തത്. എങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങളാകുന്നത്? How are we become brothers and sisters? എങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങളാകുന്നത്? നമ്മളെല്ലാവരും സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്നും ജനിച്ചവർ എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് സഹോദരങ്ങളാകുന്നത്. നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളാകുന്നത്? ഒരു ഉദരത്തിൽ ജനിച്ചവരാണ്. ഏത് ഉദരമാണത്? ഈ സഭയിലെ മാമോദിസ തൊട്ടിയാണ് സഭയുടെ ഉദരം എന്ന് പറയുന്നത്. ഈ മാമോദിസ തൊട്ടിയിൽ ജനിച്ചവരാണ് നാം എല്ലാവരും, അല്ലെ? ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചാൽ മാത്രം പോരാ, ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുക, ഒരേ വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദേവാലയമാകുന്ന വീട്ടിൽ താമസിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്താണ്? ഒരേ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ ഒരേ ഭക്ഷണം കഴിക്കാറുണ്ട്. ഏത് ഭക്ഷണമാണ്? ബലിപീഠത്തിൽ നിന്നുള്ള പരിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഒരേപോലെ ഭക്ഷിക്കുന്നവർ. അതുകൊണ്ട് ഇക്കാരണങ്ങളാൽ നമ്മൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾക്ക് തുല്യമായ സ്നേഹം നമുക്ക് ഇടയിൽ ഉണ്ടാകണം, കൂട്ടായ്മയുണ്ടാകണം. ഈ കൂട്ടായ്മയും സ്നേഹവും ഇല്ലാതെയായി കഴിയുമ്പോൾ ഭിന്നതയുടെ ആത്മാവ് പ്രവർത്തിക്കും. ഈ വർഷത്തെ ക്രിസ്മസ് നമുക്കൊരു വളരെ ഒരു കുറച്ചുകൂടി ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷൻസ് ആയിരിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, പലതരത്തിലുള്ള അക്രമങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കൂട്ടായ്മയും സ്നേഹവും വർദ്ധിപ്പിച്ച് ഈ പരസ്പര സ്നേഹത്തിലും സഹോദര ബന്ധത്തിലും നമ്മൾ വളരുന്നില്ല എങ്കിൽ നമ്മൾ ചിതറിക്കപ്പെടും, നമ്മൾ ഒറ്റപ്പെടുത്തപ്പെടും. അപ്പോൾ നമ്മുടെ കൂട്ടായ്മകൾ, ക്രൈസ്തവർ എന്നുള്ള ആ കൂട്ടായ്മയുടെ ബലം വർദ്ധിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇടവക എന്ന നിലയിൽ നമ്മൾക്കുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ആ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം നമുക്ക്
നമ്മുടെ സമൂഹത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ആരെയെങ്കിലും ഈ ഇടവക കമ്മ്യൂണിറ്റി 200 വീട്ടുകാരുണ്ട്, ഏതൊക്കെ വീട്ടുകാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്, ഏതൊക്കെ ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ബോധപൂർവം അല്ലാതെയോ. ചില മനുഷ്യരെ നമ്മൾ കാണുന്നേ ഇല്ല, ചില മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയത്തു പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ചില മനുഷ്യരെ ഇപ്പോഴും നമുക്ക് ഫെമിലിയർ ആകാത്ത ആളുകളുണ്ടാവും, പുതിയ ആളുകൾ വന്ന് വരുന്നവരായിരിക്കാം. ഇങ്ങനെ നമുക്ക് എക്സ്ക്യൂസസ് ഒത്തിരി പറയാം. എങ്കിലും നമ്മൾ അറിയാതെ പോകുന്ന, കാണാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്. പിന്നെ കുറേ മനുഷ്യരെ നമ്മൾ വേണ്ടപുറം കാണണ്ടെന്ന് വെച്ചേക്കുന്നവരും ഉണ്ട്, അല്ലേ? അങ്ങനെ കുറച്ച് പേരെയില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരെ നമ്മൾ കാണണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അവരെ കണ്ടാലും കാണാത്ത പോലെ കൊണ്ട് തിരിഞ്ഞൊക്കെ പോകുന്ന രീതികളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ. ഇവിടെ കാണത്തില്ല, ഇവங்க കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പള്ളിയിലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പേരെ. ഒരു കണ്ടാലും കാണാത്ത പോലെ അയ്യോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. വിളിച്ചു കഴിയുമ്പോൾ അയ്യോ കണ്ടില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നോ, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, അങ്ങോട്ട് ചോദിച്ചു കണ്ട. ഇതെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാലും ഒരു ബിൽഡപ്പിന് അങ്ങോട്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ മനുഷ്യരെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ? അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ വർദ്ധിക്കണം. കൂട്ടായ്മ ഇല്ല എങ്കിൽ കൊയിനോണിയ എന്നൊക്കെ പറയും, കമ്മ്യൂണിയൻ എന്നൊക്കെ പറയുമല്ലോ, ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെയാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് നമ്മൾ പറയുന്നത്. ഈ കുർബാന സ്വീകരണം പോലും കൂട്ടായ്മയിൽ നിന്ന് മാത്രമാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? അത് ആരംഭിക്കേണ്ടത് എവിടെയാണ്? ഈ കൂട്ടായ്മ ആരംഭിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് ആരംഭിക്കണം കേട്ടോ. ഈ കൂട്ടായ്മ ഇപ്പൊ ചില ആളുകളുണ്ട്, പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂട്ടായ്മയാണ്, ഭയങ്കര സഹകരണമാണ്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭൂകമ്പമാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഈ കൂട്ടായ്മയൊക്കെ ആരംഭിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ ഈ കൂട്ടായ്മയും ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതും ഒക്കെ ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിലാണ്. അപ്പോൾ ഈ വീടുകളിൽ നിന്നും ആ കൂട്ടായ്മയും സ്നേഹവും സഹവർത്തിത്വവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇടവകയിലേക്ക് വന്നാലും ഏത് സാഹചര്യത്തിന് വന്നാലും ഇറ്റ് വിൽ ബി എക്സ്റ്റെൻഡഡ്. ചില മനുഷ്യരുണ്ട്, അവര് എവിടെ ചെന്നാലും ഡിസ്റ്റർബിങ് ഫാക്ടേഴ്സ് ആണ്. എല്ലാവർക്കും ഡിസ്റ്റർബൻസ് കൊടുക്കും. അത് ആ ഡിസ്റ്റർബൻസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവരുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവർക്ക് ഒരിക്കലും അത് മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാനൊരു ഡിസ്റ്റർബിങ് ഫാക്ടറായി മാറുന്നുണ്ടോ എന്നുകൂടി ഇടയ്ക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, എൻ്റെ ഇടവകയുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു ഫാക്ടറായിട്ട് ഞാൻ മാറാറുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാറാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, കർത്താവേ എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. ഈ ന്യൂ ഇയറിൽ, പുതിയ വർഷത്തില് നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികം ഉൾക്കൊള്ളിക്കേണ്ട ഒരു പ്രാർത്ഥന, ഗോഡ് മേക്ക് മീ എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആക്കി എന്നെ മാറ്റണം. ഞാൻ മറ്റുള്ളവർക്ക് കുടുംബത്തിൽ കുടുംബനാഥൻ ഒരു ബ്ലെസ്സിങ് ആയി മാറണം. അതുപോലെ തന്നെ കുടുംബനാഥ കുടുംബത്തിൽ ഒരു ബ്ലെസ്സിങ് ആയി മാറണം. എപ്പോഴും ഇങ്ങനെ ബഹളം വെച്ച് മറ്റുള്ളവരുടെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളായിട്ടല്ല, മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് പ്രസൻസ് ആയിട്ട് നമ്മുടെ പ്രസൻസ് മാറണം. എവരിതിങ്, നമ്മുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് പ്രസൻസ് ആണോ? ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്കും എൻ്റെ സാന്നിധ്യം ഇഷ്ടമാണോ? അതോ വീട്ടിൽ ഞാൻ ഇല്ലാതിരിക്കുന്ന എൻ്റെ ആബ്സെൻസ് ആണോ അവർ ആഘോഷിക്കുന്നത്? അവരെന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എൻ്റെ പ്രസൻസ് ആണോ എൻ്റെ ആബ്സെൻസ് ആണോ? അപ്പൻ വീട്ടിലില്ല, സൂപ്പർ, എന്നെങ്കിൽ എൻജോയ്, പാർട്ടി. അല്ലെങ്കിൽ അമ്മ വീട്ടിലില്ല, ഓ സമാധാനമായി, കുറച്ചു നേരം ശരി നിലയൊക്കെ കേട്ടിരിക്കാം എന്ന് വിചാരിക്കുന്ന കുടുംബമാണോ നമുക്കുള്ളത്? അതോ എൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന, ഞാൻ ഇല്ലാതിരിക്കുമ്പം അവർക്കൊരു മിസ്സിങ് ഫീലിംഗ്, ഞാൻ വീട്ടിലില്ലാതിരിക്കുമ്പം മക്കൾക്ക് എന്നെ മിസ് ചെയ്യുന്നു, എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ മിസ് ചെയ്യുന്നു, അങ്ങനെയൊരു ചിന്ത അവർക്കുണ്ടോ എന്ന് നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചു നോക്കണം. ഈശോ പോലും പറഞ്ഞില്ലേ, ഈശോ പോലും ചോദിക്കുന്നില്ലേ, ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്? അപ്പോൾ ഈശോ പോലും ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളും ചിന്തിച്ചു നോക്കണം. എന്നെപ്പറ്റി എൻ്റെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അവരെന്നെപ്പറ്റി എന്താണ് പറയുന്നത്? അവരെന്നെപ്പറ്റി നല്ലത് പറയുമോ? ഞാൻ കേൾക്കാതെ, അല്ലെങ്കിൽ ഞാനില്ലാത്ത എൻ്റെ ആബ്സെൻസിൽ അവരെന്നെപ്പറ്റി നല്ലത് പറയുമോ?
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ ഒരു ക്രിസ്മസിൻ്റെ പുതിയ ഒരു വർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ ഒരു ചിന്തയാണ്. കർത്താവേ, എന്നെ ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹമാക്കി മാറ്റണം. മറ്റുള്ളവർക്ക് നന്മ കൊടുക്കുന്ന ഈശോയെ പറ്റി പറയുന്നില്ലേ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും എങ്ങനെ വളർന്നു എന്ന് പറയുന്നേ? ഹലോ, ഇതൊരു ബോറിംഗ് ക്ലാസ് ആയിരിക്കും, എന്നാലും ചോദിക്കുകയാണ്, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും എങ്ങനെ വളർന്നു എന്ന് പറയുന്നത്? നിങ്ങളുടെ വേർഡിങ്സ് വ്യത്യാസം ഉണ്ടാവും. He has grown up in wisdom and spirit. ആ ജ്ഞാനത്തിലും പ്രായത്തിലും എങ്ങനെ? വിസ്ഡം ആൻഡ് ഏജ് എങ്ങനെയാണ്? രണ്ടാമത്തെ സെന്റൻസ് എന്താണ്? ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. ഈ വേർഡിങ്സിന് ചിലപ്പം നമ്മുടെ കൈകളിൽ വ്യത്യാസം ഉണ്ടാവും. ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്ന ആളാണ് ഈശോ. ഈ നമ്മുടെ മക്കളാണെങ്കിലും നമ്മളാണെങ്കിലും ഈ ജ്ഞാനത്തിലും പ്രായത്തിലും വളരുക, ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട ആളുകളായി മാറുക. ചില ആളുകളുടെ വിചാരം, ദൈവത്തിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വലിയ പുണ്യവതിയാണ്, അതുകൊണ്ട് സാധാരണ മനുഷ്യരോടൊന്നും സംസാരിക്കത്തില്ല. സാധാരണ ചുറ്റുപാടുള്ള ഞാൻ വലിയ പുണ്യവാനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കർത്താവിനോട് നേരിട്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ, മനുഷ്യരോടൊന്നും സംസാരിക്കത്തില്ല. ചുമ്മാ കപടതയാണ്, കള്ളത്തരമാണ്, കപട ഭക്തരാണ്, ഒരു കാര്യമില്ല. അതായത് ദൈവത്തോട് എനിക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ, ഗുഡ് റിലേഷൻ വിത്ത് ഗോഡ്, ഓട്ടോമാറ്റിക്കലി ഐ വിൽ ഹാവ് that relation, I will be extending to my fellow beings. എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് ആ ഒരു ബന്ധം എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. എനിക്ക് മറ്റു ഒരു മനുഷ്യരോട് മിണ്ടത്തുമില്ല, പറയത്തുമില്ല, ഒന്നിനോട് സഹകരിക്കത്തുമില്ല. എന്നാൽ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ണു അടച്ച് കൈ കൂപ്പി മുമ്പോട്ട് നോക്കി നിൽക്കുകയാണ്. ഒരു കാര്യമില്ല, കപടരാണ്, യാതൊരുവിധ ആത്മീയതയില്ല. ആത്മീയത അളക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിന്നുമാണ്. മനുഷ്യനോട് നല്ല ബന്ധമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആത്മീയമായിട്ടും നല്ല ആത്മീയതയുമുള്ളവരായിരിക്കും. ഈ മനുഷ്യരോട് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ നേച്ചറിൽ നടക്കുന്ന എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യരോട് അനുകമ്പയും ആർദ്രതയും കാണിച്ച് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നതും പരദോഷം പറയുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2-3 പേരെന്നെ നാമത്തെ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം പോയി കുറ്റം പറയുന്ന ആളുകളെ അല്ല ഈ പറയുന്ന സോഷ്യലായിട്ടുള്ള മനുഷ്യരെന്ന് പറയുന്നത്. മനുഷ്യരോട് അനുകമ്പയും ആർദ്രതയും കാണിച്ച് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനൊക്കെ പരിശ്രമിക്കുന്ന ആ മാനുഷിക ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് എങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ദൈവവുമായി നല്ല ബന്ധമായിരിക്കും. എൻ്റെ ആത്മീയത അങ്ങനെയാണ് നമ്മൾ അളക്കേണ്ടത്. എനിക്ക് എൻ്റെ ദൈവവുമായുള്ള ബന്ധം ഞാൻ എങ്ങനെയാണ് അളക്കുന്നത്? മനുഷ്യരോട് എനിക്ക് സഹകരിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? എല്ലാവരോടും സ്നേഹത്തിൽ പോകാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ദൈവത്തോടും നല്ല ബന്ധമായിരിക്കും. ദൈവത്തോടും എനിക്ക് നല്ല ആത്മീയ ബന്ധത്തിൽ. അതാണ് ഈശോയെ പറ്റി പറയുന്നത്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചു. ദൈവത്തിന് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, മനുഷ്യർക്കും ഇഷ്ടപ്പെടണം. മനുഷ്യർക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, ദൈവത്തിനും ഇഷ്ടപ്പെടണം. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ പുതിയ വർഷത്തിൻ്റെ കവാടത്തിൽ നമ്മൾ വന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഈ വർഷം എന്താണ് സംഭവിക്കാൻ പോവുക? അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുമ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ വർഷം പഴയ വർഷം എന്നൊന്നുമില്ല. ഒരു ക്രിസ്ത്യാനി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുതിയ വർഷം പഴയ വർഷം ഒന്നൊന്നുമില്ല. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ ബുക്ക് ഓഫ് റെവലേഷനിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആദിയും അന്തവുമാണ്. അവൻ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും അവൻ തന്നെയാണ്. He is the present, he is the past and he is the future. അതായത് ഈശോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് അവനാണ് ഇന്നും ഇന്നലെയും നാളെയും. അപ്പോൾ ഈ സമയം എന്ന് പറയുന്ന ചിന്ത മാനുഷികമായിട്ടുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ചിന്ത മാത്രമാണ്. മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ചിന്ത മാത്രമാണ് സമയം. അപ്പോൾ നമ്മളിങ്ങനെ പുതിയ വർഷത്തിലേക്ക് വരുന്നു, പുതിയ വർഷം ഇനി എന്നാണ് സംഭവിക്കാൻ പോകുന്ന അറിയില്ല, അങ്ങനെയൊന്നുമല്ല. കർത്താവിന് എന്നെ പറ്റിയൊരു പദ്ധതിയുണ്ട്.
എൻ്റെ ജീവിതത്തെ പറ്റി കർത്താവിനൊരു ചിന്തയുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊള്ളും. ഞാനായിരിക്കേണ്ടത് എങ്ങനെയാണ്? ഐ മസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. കർത്താവിനോട് നന്ദി പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ. അതായത് കഴിഞ്ഞ വർഷം എന്നെ കാത്തു പരിപാലിച്ചതിന്, വഴി നടത്തിയതിന്, എനിക്ക് സുഖ ദുഃഖങ്ങൾ നൽകിയതിന്, ഞാൻ പറഞ്ഞ മനസ്സിലായി, സുഖ ദുഃഖങ്ങൾ നൽകിയ എല്ലാത്തിനും നന്ദി പറയുക. അതാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പറ്റിയുള്ള ആദ്യത്തെ എൻ്റെ ചിന്ത. എനിക്ക് നന്ദിയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യനായി മാറുക, നന്ദിയുള്ള മനുഷ്യനായിട്ട് തീരുക. ദൈവത്തോട് അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, അവിടുത്തെ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈശോ മിശിഹ ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെ. എന്താണ് പറയുന്നത്? ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈശോ മിശിഹ ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ആഴ്ച ഉള്ള ഈശോ തന്നെയാണ്. അതായത് ഈ സമയം എന്ന് പറയുന്നത് ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിന്തയല്ല. സമയം മനുഷ്യന് മാത്രമുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിന്റെ മുൻപിൽ നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് ഏക ചിന്ത. ഈ നന്ദിയുള്ള മനുഷ്യരായിട്ട് തീരുക, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷത്തെ പറ്റി ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട രണ്ടാമത്തെ ചിന്ത, നമ്മൾ ക്ഷമിക്കണം. ഫർഗിവ്നെസ്. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു കൂട്ടിയ കുറെ മണ്ടത്തരങ്ങളൊക്കെ ഇല്ലേ, അല്ലേ? കുറെ മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടി. അങ്ങനെ ചെയ്തു കുറെ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ട്. ഈ മണ്ടത്തരത്തെ ഓർത്ത് നമ്മൾ ക്ഷമിക്കണം. ആരോടാ ക്ഷമിക്കേണ്ടത്? നമ്മോട് തന്നെ അങ്ങ് ക്ഷമിക്കുക. എന്നോട് തന്നെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, യു വിൽ ബി ബെറ്റർ ഇൻ ദിസ് ഇയർ. പോയതൊക്കെ പോട്ടെ, ഈ വർഷം എനിക്ക് കുറച്ചുകൂടി മെച്ചമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മുടെ ആ പരാജയങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുണ്ടായ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളോട് ക്ഷമിക്കുക. ആദ്യം ചെയ്യേണ്ടത് ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കുക. 2, ദൈവത്തോട് മനുഷ്യരോട് എന്നോട് തന്നെയും ക്ഷമിക്കുക. എൻ്റെ സാഹചര്യങ്ങളിൽ എനിക്ക് വന്നുപോയ അബദ്ധങ്ങൾ, വീഴ്ചകൾ, പാളിച്ചകൾ, ഇതിനെയൊക്കെ ഓർത്ത് ക്ഷമിക്കുക. അതിനോടൊക്കെ ക്ഷമിക്കുക. ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ഒരു വർഷത്തിന്റെ ചിന്തയായിട്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത. മൂന്നാമതൊരു ചിന്ത, അതായത് കഴിഞ്ഞ വർഷത്തെ പറ്റി 3 ചിന്തയും അടുത്ത വർഷത്തെ പറ്റി 1 ചിന്തയും പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമതൊരു ചിന്ത ലേണിംഗ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ അതിൽ നിന്ന് പഠിച്ച് ഈ വർഷം അതേ മണ്ടത്തരം ആവർത്തിക്കാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ we have to learn from what happened. We have to learn from what happened in the past. അതായത് നമ്മുടെ ഭൂതകാലത്തിൽ നമുക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. അത്തരത്തിലുള്ള ഒരു അബദ്ധം, അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ഈ വർഷത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് we have to learn from it. ആ ലേണിങ്ങിന് പറയുന്ന പേരാണ് വിസ്ഡം. ജ്ഞാനത്താൽ നിറയുക എന്ന് പറയും. ജ്ഞാനത്താൽ നിറയുക. അപ്പോൾ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ ഈ മിസ്റ്റേക്സിൽ നിന്നും നമുക്ക് ലേൺ ചെയ്ത് പുതിയ മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ആദ്യം പറഞ്ഞെന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. 2, ക്ഷമിക്കുക, ഫർഗിവ്നെസ് ഉണ്ടാവുക. 3, ലേൺ, പഠിക്കുക, ജ്ഞാനത്തിൽ ആയിരിക്കുക, ജ്ഞാനം വളർത്തിയെടുക്കുക. അതായത് മിസ്റ്റേക്സ്, ഇതെല്ലാം ഈ 3 കാര്യങ്ങൾ പഴയ വർഷത്തെ പറ്റി. ഇനി പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുതിയ വർഷത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത പ്രതീക്ഷയോടെ ആയിരിക്കുക. ഹോപ്പ്. പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക. പ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തിലേക്ക് കടന്നു വരിക. ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസം അല്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാം സൂപ്പർ ആകും എന്നുള്ളതല്ല. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ വഴി നടത്തും എന്നുള്ള ചിന്തയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ വഴി നടത്തും എന്നുള്ള ചിന്തയാണ് ഈ പ്രതീക്ഷ. അപ്പൊ പ്രതീക്ഷയോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു കാര്യം, ഒരു കഥ പറയാം. കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്.
ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഒരു സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഗവൺമെൻറ് ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ടിക്കറ്റ് പരിശോധിക്കാനായിട്ട് ടിക്കറ്റ് എക്സാമിനർ വരും, ചെക്കർ വരും എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടിക്കറ്റ് എക്സാമിനർ വരികയാണ്. അതായത് ഈ ടിക്കറ്റ് എക്സാം ചെയ്യുന്ന ചെക്കർ വരികയാണ്. ചെക്കർ വന്ന് ഈ മനുഷ്യനോട് ടിക്കറ്റ് കാണിക്കാൻ പറയുകയാണ്. ടിക്കറ്റ് കാണിക്കാൻ പറയുമ്പോൾ ആ മനുഷ്യൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ ടിക്കറ്റ് തപ്പി, കിട്ടിയില്ല. ഫ്രണ്ടിലെ പോക്കറ്റിൽ തപ്പി കിട്ടിയില്ല, പുറകിൽ തപ്പി കിട്ടിയില്ല. അതിനുശേഷം ഷൂ ഊരി നോക്കുന്നു, സോക്സ് ഊരി നോക്കുന്നു, ഇതിനകത്തൊന്നും ടിക്കറ്റ് ഇല്ല. ഷൂ ഊരി നോക്കി, സോക്സ് ഊരി നോക്കി, പാൻസിൻ്റെ എല്ലാ പോക്കറ്റിലും നോക്കി, യാതൊരു ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ ചെക്കർ പറയുകയാണ്, എടോ താങ്കൾ ബാക്കി പാൻസിൻ്റെയും ഷൂ എല്ലാം ഊരി നോക്കി, കൈയുടെ മടക്ക് വരെ നിവൃത്തി നോക്കി, പക്ഷേ ഈ ഷർട്ടിൻ്റെ പോക്കറ്റ് നോക്കുന്നില്ല, ഷർട്ടിൻ്റെ പോക്കറ്റ് നോക്കുന്നില്ല. ഈ മനുഷ്യൻ പറയാണ്, എനിക്കറിയാം ഷർട്ടിൻ്റെ പോക്കറ്റ് ടിക്കറ്റ് ഉണ്ടെന്ന്, പക്ഷെ വേറെ എങ്ങും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റ് നോക്കാം. വേറെ എങ്ങും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഷർട്ടിൻ്റെ പോക്കറ്റ് നോക്കാം. ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മൾ ഈ പ്രത്യാശയോടെ ഹോപ്പോടുകൂടി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോഴും എനിക്കറിയാം കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നാലും ഞാൻ എൻ്റെതായ രീതിയിലെല്ലാം ഒന്ന് ചെയ്തിട്ട് അവസാനം ഒരു വഴിയില്ലെങ്കിൽ കർത്താവിലേക്ക് വരാം. ഇതാണ് പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതായത് ഞാൻ എൻ്റെതായ വഴികളിലൂടെ എല്ലാം ഒന്ന് നോക്കും, ഒരു വഴി ഇല്ല എങ്കിൽ എന്നെ പോയി അച്ഛനോട് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ എന്നാ പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, എന്നാ പോയി ഒരു കുർബാനയെ സംബന്ധിച്ചേക്കാം. ഇതാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് ഒരു വഴിയില്ലാതെ വരുമ്പോൾ എത്തുന്ന വഴിയല്ല ഈശോ എന്ന് പറയുന്നത്. എനിക്കൊരു വഴിയില്ല, എനിക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തപ്പോൾ എത്തുന്ന വഴിയല്ല ഈശോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വഴി ആരംഭിക്കേണ്ടത് ഈശോയിൽ നിന്നുമാണ്. ഞാൻ എൻ്റെ വഴി ആരംഭിക്കേണ്ടത്, ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഞാനൊരു പുതിയ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു പഠനത്തിന് വേണ്ടി പോകുന്നു, ഞാൻ എൻ്റെ കർത്താവിനോട് ആദ്യം ആലോചന ചോദിക്കണം. ഡിസ്കസ് തിങ് വിത്ത് ലോർഡ്. കർത്താവിൽ നിന്നും തീരുമാനം എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. പലപ്പോഴും നമുക്ക് പറ്റി പോകുന്ന വലിയ അബദ്ധമാണ് ഈ പ്രത്യാശയില്ലാത്തത് കൊണ്ട്. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്നതെല്ലാം ചെയ്തിട്ട് ഒന്നും പറ്റാത്തപ്പം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു, നിരാശയോടെ വരുന്നു. പിന്നെ അവിടെ വലിയ 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 മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, നിരാശ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ വർഷം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കാം. ഞാൻ എന്ത് കാര്യം പുതുതായിട്ട് ചെയ്താലും ഞാൻ എൻ്റെ കർത്താവിനോട് ആലോചന ചോദിക്കാതെ തീരുമാനമൊന്നും എടുക്കുകയില്ല. ഞാനൊരു ജോലിക്ക് പോകുന്നു, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, അല്ലെങ്കിൽ മക്കളുടെ പഠന സംബന്ധമായ കാര്യം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പഠന മേഖലയിലേക്ക് പ്രവേശിക്കുന്നു, ഏത് കാര്യമാണെങ്കിലും കർത്താവിനോട് വന്ന് ആലോചന ചോദിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ വന്ന് നിന്ന് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനമാണ് കർത്താവിനോട് ആലോചന ചോദിച്ചുള്ള തീരുമാനം. ആ തീരുമാനത്തിന് കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഈ ഒരു തീരുമാനം പുതിയൊരു വർഷത്തിൻ്റെ ഒരു തീരുമാനമായിട്ട് കൂടി എടുക്കണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വർഷത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ ഒരു വർഷം ആയിരിക്കുവാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നെ ഇവിടേക്ക് വിളിച്ചതിന് ഇത്ര നേരം ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയും എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ തുടർന്ന് വരുന്ന പ്രോഗ്രാംസിന് എല്ലാവിധ ആശംസകളും, എല്ലാവിധ all the best for all the programs that is coming up next, and thank you very much for inviting me to here, and I'm very happy also again to being with you. Thank you very much.